ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി ഇന്ത്യയിലെ നിരത്തുകളിൽ ബ്രിട്ടൻ്റെ റോൾസ് റോയ്സും ജാഗ്വറും എന്താ പറയുക, സാധാരണക്കാരൻ്റെ കയ്യിൽ വരെ എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കരാറിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് 70,000 കോടിയുടെ ഡീൽ ആണ് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ആഡംബരങ്ങൾ ഇന്ത്യയിൽ പറന്നിറങ്ങുമെന്നാണ് നമുക്കിനി അറിയാൻ കഴിയുന്നത്. നോക്കുന്നിടത്തെല്ലാം ജാഗ്വറും ലാൻഡ് റോവറും നിറയും. ഇന്ത്യയിലെ സാധാരണക്കാരുടെ പണം പോലും ബ്രിട്ടനിലേക്ക് ഒഴുകും. ഇന്ത്യൻ തുണിയും ചെമ്മീനും മരുന്നുകളും UK-യിലേക്കും പോകും. കൊടുത്തും വാങ്ങിയും പരസ്പരം കൈകോർക്കുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ലഭിക്കുക. അതായത് ഇന്ത്യ പറയുന്നത് സാവധാനം നടന്നു നീങ്ങുന്ന ആന എന്നാണ് സാമ്പത്തിക ശക്തിയിലെ. അപ്പോൾ ലോകത്ത് പതിറ്റാണ്ടുകളായി സാമ്പത്തിക ലോകമാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ വിപണിയുടെ ഭീമാകാര വലിപ്പവും വേഗത്തിലെടുത്ത് ചാടി തീരുമാനമെടുക്കാതെ സശ്രദ്ധം വിപണിയെ നിരീക്ഷിച്ച് ക്ഷമയോടെ മുന്നോട്ട് പോകുന്നത് കാട്ടിലെ കരിവീരനെ പോലെ ആണെന്നത് വെറും ഉപമയല്ല, മറിച്ച് ഇന്ത്യൻ വിപണിയുടെ സ്വഭാവം കൂടിയാണ്. അതോടൊപ്പം തന്നെ സാങ്കേതിക മികവിൽ ബ്രിട്ടൻ്റെ മുൻനിര ഉൽപ്പന്നങ്ങളെല്ലാം ഇത്തരത്തിൽ ഇന്ത്യൻ വിപണി തേടിയെത്തും. ഇലക്ട്രിക് വാഹന വിപണിയിലും ഡ്രൈവർ ആവശ്യമില്ലാത്ത നിയന്ത്രിത മോഡൽ വാഹനങ്ങളുമൊക്കെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തും. മദ്യപാനത്തിൽ ലോകത്തെ വലിയ വിപണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് ബ്രിട്ടനിലെ സ്കോച്ച് വിസ്കി എത്തുമ്പോൾ അതിൻ്റെ വില ഇനി മുതൽ മദ്യപാനികളെ ഞെട്ടിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായി സ്കോച്ച് വിസ്കി പണം നൽകി വാങ്ങിക്കഴിക്കാൻ ജനലക്ഷങ്ങൾ കാത്തിരിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് സ്കോച്ച് വ്യവസായത്തിന് നൽകുന്ന ഉണർവ് പ്രവചനാതീതമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.